Very good morning to all. Today we will discuss about the contributions of Michael E. Porter. So Michael E. Porter, born in 1947, is a professor in Harvard Business School and introduced the Porter's five forces model and written 18 books and over 125 articles. 1947 ജനിച്ചു. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫൈവ് ഫോഴ്സ് മോഡലാണ്. എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇതിന് ഏകദേശം 18ഓളം ബുക്കുകളും 125ഓളം ആർട്ടിക്കിളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. So we will check it out, the contributions of Michael E. Porter or Michael Porter. So Michael Porter has made significant contributions to develop strategic management and how firm can become more competitive. Michael Porter has made significant contributions. അദ്ദേഹം ഇവിടെ നമ്മൾ CK പ്രഹ്ലാദിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. കൂടുതലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനാണ്. ആൻഡ് ഹൗ ഫേം ക്യാൻ ബിക്കം മോർ കോമ്പറ്റീറ്റീവ്, എങ്ങനെയാണ് ഒരു ഫേം മത്സരാധിഷ്ഠിതമാകുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഒരു ഫേമിന് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് എന്നാണ് മൈക്കിൾ ഇ പോർട്ടർ നമ്മളോട് പറയുന്നത്. സോ വാട്ട് ആർ ദ മെയിൻ കോൺട്രിബ്യൂഷൻസ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, വാല്യൂ ചെയിൻ അനാലിസിസ്, five force model, generic business strategies, and diamond model. These are the main contributions of Michael Porter. So competitive advantage. So competitive advantage refers to factors that allow a company to produce goods or services better or more cheaply than its rivals. These factors allow the productive entity to generate more sales or superior margins compared to its market rivals. അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അലൗ എ കമ്പനി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ് ടു ബെറ്റർ ഓർ മോർ ചീപ്ലി ദാൻ ഇറ്റ്സ് റൈവൽസ്. ഒരു കമ്പനിയുടെ റൈവൽ കമ്പനിയെക്കാട്ടിലും നല്ല രീതിയിൽ, അത് എന്താവാം, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ നല്ല രീതിയിലോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓർഗനൈസേഷൻ്റെ കഴിവിനെയാണ് അതിൻ്റെ നമ്മളെന്ത് പറയുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദീസ് ഫാക്ടേഴ്സ് അലൗ ദ പ്രൊഡക്റ്റീവ് എൻറ്റിറ്റി, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി എന്തിനു സഹായിക്കുന്നു, ടു ജനറേറ്റ് മോർ സെയിൽസ്, കൂടുതൽ സെയിൽസ് ഉണ്ടാകുന്നതിനും, അതല്ലെങ്കിൽ എന്താണ് സുപ്പീരിയർ മാർജിൻ അല്ലേ, അതായത് അവരുടെ റൈവൽ കമ്പനിക്ക് കിട്ടുന്ന മാർജിനേക്കാട്ടിലും, അതായത് പ്രോഫിറ്റ് മാർജിൻ കൂടുതലായിരിക്കും കിട്ടുന്നു, ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള എന്ത് ചെയ്യുന്നു കമ്പനിക്ക് കിട്ടുന്നു. അപ്പോൾ അതാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ റൈവൽ സ്ഥാപനം അല്ലെങ്കിൽ എന്താണ് ശത്രു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശത്രു ഫേമിനേക്കാട്ടിലും നല്ല രീതിയിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്താണ് ഒരു ഓർഗനൈസേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്താണ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആവാം അല്ലേ, അല്ലെങ്കിൽ ചീപ്പ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ആവാം, ബാക്കിയുള്ള ഓർഗനൈസേഷന് കിട്ടുന്നതിനേക്കാട്ടിലും കുറഞ്ഞ വിലയ്ക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ മതി, കിട്ടാൻ മതി, അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാല്യൂ ചെയിൻ അനാലിസിസ്. സോ ഫോർ എ സ്ട്രാറ്റജിക് അനാലിസിസ് ഓഫ് ഇൻറ്റേർണൽ റിസോഴ്സസ്, പോർട്ടർ സജസ്റ്റ് ദാറ്റ് ദ യൂസ് ഓഫ് വാല്യൂ ചെയിൻ ആസ് എ ഫ്രെയിംവർക്ക്. ഫോർ സ്ട്രാറ്റജിക് അനാലിസിസ് ഓഫ് ഇൻറ്റേർണൽ റിസോഴ്സസ്, അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള റിസോഴ്സസിൻ്റെ സ്ട്രാറ്റജിക് അനാലിസിസിന് പോർട്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, വാല്യൂ ചെയിൻ അനാലിസിസ്. അക്കോർഡിംഗ് ടു പോർട്ടർ ദർ ആർ ടു കാറ്റഗറീസ് ഓഫ് വാല്യൂ ആക്ടിവിറ്റീസ്, പ്രൈമറി ആക്ടിവിറ്റീസ് ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. പോർട്ടറിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, രണ്ട് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നു, വാല്യൂ ആക്ടിവിറ്റീസിനെ തരംതിരിക്കുന്നു. പ്രൈമറി ആക്ടിവിറ്റീസ് എന്നും അതേപോലെ എന്താണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്നും. സോ ഇൻ ഹിസ് വ്യൂ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലൈസ് നോട്ട് ഇൻ ആക്ടിവിറ്റീസ് ദംസെൽഫ് but the way the activities relate to each other, forming a value chain for competitive advantage.
അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിൽ മാത്രം എന്ത് ചെയ്യുന്നതല്ല, ഒതുങ്ങി നിൽക്കുന്നതല്ല. പക്ഷേ എന്താണ് ദ വേ ദ ആക്ടിവിറ്റീസ് റിലേറ്റ് ടു ഈച്ച് അതർ, എന്താണ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ ഫോമിങ് എ വാല്യൂ ചെയിൻ ഫോർ ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. ആ ആക്ടിവിറ്റീസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഉള്ളത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത്. അല്ലാതെ എന്താണ് വെറും ആക്ടിവിറ്റീസിൽ മാത്രമല്ല എന്നാണ് ആര് പറയുന്നത്, മൈക്കിൾ ഇ പോർട്ടർ പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ്? So primary activities are connected with the physical creation of a firm's product or services, its marketing and after sales support. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫിസിക്കൽ ക്രിയേഷൻ ഓഫ് എ ഫേംസ് പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ ക്രിയേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്. ഫിസിക്കൽ ക്രിയേഷൻ ഓഫ് എ ഫേംസ് പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ്, ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്, ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഫോളോയിങ് ആർ ദ പ്രൈമറി ആക്ടിവിറ്റീസ്. നോക്കുക, ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക്. സോ ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് ഫ്ലോ ഓഫ് ഇൻപുട്സ് ലൈക്ക് റെസീപ്റ്റ്സ്, ഹാൻഡ്ലിംഗ്, വെയർഹൗസിംഗ്, ഇൻവെൻ്ററി കൺട്രോൾ എക്സെട്ര. ഓക്കെ, അപ്പം ഈ ഇതൊക്കെ ഒരു ബന്ധം. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘടിപ്പിക്കുക. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ്, സംഭരിക്കുക. ആൻഡ് ഫ്ലോ ഓഫ് ഇൻപുട്സ് ലൈക്ക് എന്താണ്, ഈ ഇൻപുട്ടുകൾക്ക് എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുകയും അതിനെ സ്റ്റോറേജ് ചെയ്യുകയും, അതായത് അതിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുക, റെസീപ്റ്റ്സിലൂടെ, ഹാൻഡ്ലിങ്ങിലൂടെ, വെയർഹൗസിങ്ങിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, ഇൻവെൻ്ററി കൺട്രോൾ. ഇതൊക്കെയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി ഓപ്പറേഷൻസ്, ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ടേണിങ് ഇൻപുട്സ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഇൻപുട്ടുകളെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എന്ത് പറയുക ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻസിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത് അസംബ്ലിങ്, മെഷീനിങ്, പാക്കേജിങ്, എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് എക്സെട്ര. ഇതൊക്കെയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് കളക്ഷൻ എന്താണ് പ്രോഡക്റ്റിൻ്റെ കളക്ഷനും സ്റ്റോറേജും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് എന്നാൽ ഓർഡർ പ്രോസസ്സിങ്, ഷെഡ്യൂളിംഗ് ഡെലിവറീസ്, ഓപ്പറേഷൻസ് ഓഫ് ഡെലിവറി വെഹിക്കിൾ. ഇതൊക്കെയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. So activities inducing customer to buy and ensuring that products are available like advertising, sales promotion, sales force management, channel selection etc. സോ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ആരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, ഇൻഡ്യൂസിങ് കസ്റ്റമേഴ്സ് ടു ബൈ എന്നാണ്, എന്തിന് പ്രേരിപ്പിക്കുക, ഇൻഡ്യൂസ് ചെയ്യുക എന്നാണ്, പ്രേരിപ്പിക്കുക എന്നാണ്, വാങ്ങുവാൻ പ്രേരിപ്പിക്കുക. ആൻഡ് എൻഷുറിങ് ദാറ്റ് എന്നാണ് പ്രോഡക്ട്സ് ആർ അവൈലബിൾ എന്നാണ്, പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുന്നത്. അഡ്വർടൈസിങ്ങിലൂടെയൊക്കെ, സെയിൽസ് പ്രൊമോഷണൽ മെഷേഴ്സിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുന്നത്. അതാണ് ഏത് ടാസ്കിൽ വരുന്നത്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ വരുന്നത്. അതൊരു പ്രൈമറി ആക്ടിവിറ്റിയാണ്. ദെൻ സർവീസ്, ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് വിത്ത് ദ മെയിൻറ്റെയിനിങ് ഓർ എൻഹാൻസിങ് പ്രോഡക്ട്സ് വാല്യൂ ലൈക്ക് ഇൻസ്റ്റലേഷൻ, റിപ്പയർ, വാറൻറ്റി, സർവീസ് അല്ലേ, ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലേ, നമ്മൾ പറഞ്ഞു അതിൽ വരുന്നതാണ് എന്ന് അല്ലേ. പ്രോഡക്ട്സിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന ഇൻസ്റ്റലേഷൻ പോലെ, റിപ്പയർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, വാറൻറ്റി, സെയിൽസ്, ഇതൊക്കെയാണ് സർവീസിൽ എന്ത് ചെയ്യണത് വരുന്നത്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി അടുത്തതാണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആർ ദോസ് വിച്ച് പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പ്രൈമറി ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റീസിൻ്റെ നൽകുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്പോർട്ട് ആക്ടിവിറ്റീസ് എന്ന്. അതായത് പ്രൈമറി ആക്ടിവിറ്റീസ് ഫങ്ഷൻ ചെയ്യുവാൻ എന്ത് വേണം, സപ്പോർട്ട് ആക്ടിവിറ്റീസിൻ്റെ സഹായം വേണം. അതിൻ്റെ സൗകര്യങ്ങളാണ്. ഒന്ന് പ്രൊക്യൂർമെൻറ്റ്. സോ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സർവീസ് ഇൻപുട്സ്, എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി എക്സെട്ര. അതായത് എന്താണ്, ഇൻഫാക്ട്
every activity in the value chain needs to use the purchase of input of എന്നാണ് സം കൈൻഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൈമറി ആക്ടിവിറ്റീസിലുള്ള ഏതൊരു ആക്ടിവിറ്റി നടക്കണമെങ്കിലും എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഇൻപുട്സിനെ എന്താക്കണം, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണം അല്ലേ. ആ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, പർച്ചേസിങ് വേണം അല്ലേ. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻപുട്ടുകളൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓക്കെ, അപ്പം എല്ലാ പരിപാടിയും നമ്മൾ ഇൻഫാക്ട് എന്താണ് എവരി ആക്ടിവിറ്റി ഇൻ ദ വാല്യൂ ചെയിൻ എന്താണ് വാല്യൂ ചെയിനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും നടക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഇൻപുട്ടുകൾ വേണം. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണം. അത് ഏതിൽ വരുന്നതാണോ, പ്രൊക്യൂർമെൻറ്റിൽ വരുന്നതാണ്. രണ്ടാമതാണ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഫോർ പെർഫെക്ഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി ഇൻവോൾവ് ഇൻ പ്രോഡക്റ്റ് ഡിസൈനിങ്, എക്യുപ്മെൻറ്റ് ഡിസൈനിങ്, സർവീസിങ് പ്രൊസീജിയേഴ്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നാണ്. ഇതിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്താം, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഡിസൈനിലെ പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ്ങിൽ എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം അല്ലെ, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാം, എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്യാം, സർവീസ് പ്രൊസീജിയേഴ്സൊക്കെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാം. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഏതിൽ വരുന്നതാണ്, സപ്പോർട്ട് ആക്ടിവിറ്റീസ്. അടുത്താണ് the human resource management. So activities connected with the recruitment, training, development and compensation etc. of manpower or manpower is needed for every activity in the value chain. എന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. പ്രൈമറി ആക്ടിവിറ്റീസിലുള്ള ഏതൊരു ആക്ടിവിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, ആൾക്കാർ വേണം, ലേബേഴ്സ് വേണം. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സപ്പോർട്ട് ആക്ടിവിറ്റിയാണ്. ദെൻ കമ്പനീസ് ഇൻഫ്രാസ്ട്രക്ചർ. So activities relating to the general management practices, finance, accounting, legal affairs etc. And these activities are essential to the entire chain of value activities. ഇതിലെന്താ വരുന്നത്, ജനറൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടത്, അക്കൗണ്ടിങ്, ലീഗൽ അഫയേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് കമ്പനീസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എസെൻഷ്യലാണ് എന്തിനെ, വാല്യൂ ചെയിൻ ആക്ടിവിറ്റീസിന്. ഓക്കെ, ഇതാണ് എന്ത് വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സപ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജി ഡെവലപ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, പ്രധാനമായിട്ടുള്ളത് ഇൻബൗണ്ട് ഓപ്പറേഷൻസ്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, സർവീസ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ആക്ടിവിറ്റീസ്, പ്രൈമറി ആക്ടിവിറ്റീസ്. ഓക്കെ, അതാണത് ജനറിക് ബിസിനസ് സ്ട്രാറ്റജീസ്. So Porter has given the concept of generic business strategies. Accordingly, an organization may compete either on the basis of overall cost leadership or product differentiation. എന്താണ് ജനറിക് ബിസിനസ് സ്ട്രാറ്റജീസ് നൽകിയിട്ടുള്ളത് ആരാണ്, പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഓർഗനൈസേഷൻ കോമ്പീറ്റ് ചെയ്യുന്ന ഒന്നുകിൽ എന്താണ്, ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് ആകണം. ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ലീസ്റ്റ് കോസ്റ്റ് ആകുമ്പോഴാണ് എന്ത് കിട്ടുക, കോസ്റ്റ് ലീഡർഷിപ്പ് കിട്ടുക അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് ലീഡർഷിപ്പിൽ അതല്ലെങ്കിൽ എന്നാൽ പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടത്, കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത്, പോർട്ടർ പറയുന്നത്. അടുത്താണ് എന്ത്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺട്രിബ്യൂഷനാണ് 5 ഫോഴ്സ് മോഡൽ. So Porter's 5 force is a framework for analyzing a company's competitive environment. ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുവാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് എന്ത് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദ നമ്പർ ആൻഡ് പവർ ഓഫ് എ കമ്പനീസ് കോമ്പറ്റേറ്റീവ് റൈവൽസ്, പൊട്ടൻഷ്യൽ ഓഫ് ന്യൂ മാർക്കറ്റ് എൻട്രൻസ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഇൻഫ്ലുവൻസ് എ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. സോ 5 ഫോഴ്സസ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഗൈഡ് ബിസിനസ് സ്ട്രാറ്റജി ടു ഇൻക്രീസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഈ പറയുന്ന 5 ഫോഴ്സിനെ നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യാൻ, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. Bargaining power of customers, threat of new entrants, threat of substitute products, bargaining power of suppliers, competitive rivalry with an industry. ഇതാണ് എന്ത് 5 ഫോഴ്സ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്.
അപ്പോൾ ഓരോന്നിലും എന്നുള്ളത് നോക്കുന്നതാണ്. ബാർഗൈനിങ് പവർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്, ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, അതേപോലെ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. ഇതിന് അടുത്ത ഒന്നാമത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഡയമണ്ട് മോഡൽ. The Porter Diamond model explains the factors that can drive competitive advantage for one national market or economy over another. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഫോർ നാഷണൽ മാർക്കറ്റ് ഓർ എക്കോണമി ഓവർ അനദർ. എന്താണ്? നാഷണൽ എക്കോണമി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള എക്കോണമിക്കുള്ള എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആണ് എന്ത് പറയുന്നത്? ഡയമണ്ട് മോഡൽ അദ്ദേഹം പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ടു ഡിസ്ക്രൈബ് ദ സോഴ്സസ് ഓഫ് നാഷൻസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആൻഡ് ദ പാത്ത് ടു ഒബ്റ്റെയിനിങ് സച്ച് ആൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേഷൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസിൻ്റെ സോഴ്സസ് എന്താണ്, എങ്ങനെയാണ് ഏത് വഴിയാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നത് നേടിയെടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ടു ഡിസ്ക്രൈബ് ദ സോഴ്സ് ഓഫ് നാഷൻസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു രാജ്യത്തിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസിൻ്റെ സോഴ്സസ് എന്താണ്, ആൻഡ് ദ പാത്ത് ടു പാത്ത് എന്ന് പറഞ്ഞാൽ വഴിയാണ്, ആൻഡ് ദ പാത്ത് ടു ഒബ്റ്റെയിനിങ് സച്ച് ആൻ അഡ്വാൻറ്റേജ്, അത് അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് നേടിയെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. The model can also be used by business to help guide and shape strategy regarding how to approach investing and operating in different national markets. അപ്പോൾ ഈ മോഡൽ ഇന്നും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മോഡൽ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ബൈ ദ ബിസിനസ് എന്തിന്? ടു ഹെൽപ്പ് ദ ഗൈഡ് ആൻഡ് ഷേപ്പ് സ്ട്രാറ്റജി. ഒരു എന്താണ് ഗൈഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്താണ് സ്ട്രാറ്റജിയെ ഷേപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഹൗ ടു അപ്രോച്ച് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് നാഷണൽ മാർക്കറ്റ്. അപ്പം ഡിഫറെൻറ്റ് നാഷണൽ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് ഗൈഡ് തരുന്ന എന്താണ് ഒരു സ്ട്രാറ്റജിയാണ് എന്ത് ഡയമണ്ട് മോഡൽ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് ഇതാണ് എന്താ ഫേം സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് ഡ്രൈവറി ഡിമാൻഡ് കണ്ടീഷൻസ് റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ഫാക്ടറി കണ്ടീഷൻസ്. സോ ഇതിൻ്റെ ഒരു അനാലിസിസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഒരു ഡയമണ്ട് സ്ട്രക്ചറാണ് ഇതിൻ്റെ അകത്തുള്ളത്, അതിനെക്കൊണ്ടാണ് അത് ഡയമണ്ട് മോഡൽ എന്നറിയപ്പെടുന്നത്. So these are the contributions of Michael Porter. If you have any doubt regarding this session, you can ask. Thank you.